ഇന്ത്യയിലെ അതിവേഗ റെയിൽ ഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന യാത്രക്കാരുടെ എണ്ണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഗണ്യമായി ഉയരുന്നുവെന്നതാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തെ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവന്നതോടെയാണ് ഈ വളർച്ചയുടെ വ്യാപ്തി വ്യക്തമായത്. പ്രത്യേകിച്ച് വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസുകൾക്ക് ലഭിക്കുന്ന ജനപിന്തുണ അതിശയകരമായി ഉയർന്നിരിക്കുകയാണ്. 2025-26 കാലയളവിൽ മാത്രം ഏകദേശം 3.98 കോടി യാത്രക്കാരാണ് വന്ദേ ഭാരത് റൂട്ടുകളിൽ യാത്ര ചെയ്തത്. മുൻ വർഷമായ 2024-25 ഇത് 2.97 കോടിയായിരുന്നു. ഈ കണക്കുകൾ പ്രകാരം ഏകദേശം 34% വളർച്ചയാണ് ഒരു വർഷത്തിനുള്ളിൽ രേഖപ്പെടുത്തിയത്. ഈ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് രാജ്യത്തുടനീളം പുതിയ വന്ദേ ഭാരത് സർവീസുകൾ ആരംഭിച്ചതാണ്. വിവിധ സംസ്ഥാനങ്ങളെ തമ്മിൽ വേഗത്തിൽ ബന്ധിപ്പിക്കുന്ന പുതിയ റൂട്ടുകൾ അവതരിപ്പിച്ചതോടെ യാത്രക്കാരുടെ തെരഞ്ഞെടുപ്പുകളിൽ വലിയ മാറ്റമാണ് സംഭവിച്ചത്. പ്രത്യേകിച്ച് ബിസിനസ് യാത്രകൾ, ഔദ്യോഗിക യാത്രകൾ, ടൂറിസം എന്നിവയ്ക്കായി വേഗവും സൗകര്യവും മുൻഗണന നൽകുന്നവർ വന്ദേ ഭാരത് തിരഞ്ഞെടുക്കുന്ന പ്രവണത വർദ്ധിച്ചു. വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചതിനു ശേഷം ഇതുവരെ 1 ലക്ഷം ട്രിപ്പുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ സർവീസുകൾ വഴി 9.1 കോടിയിലധികം യാത്രക്കാരെയാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചത്. രാജ്യത്തെ റെയിൽ ഗതാഗത മേഖലയിലെ ഒരു വലിയ പരിണാമമായി തന്നെയാണ് ഇന്ത്യൻ റെയിൽവേ ഈ നേട്ടങ്ങളെ വിലയിരുത്തുന്നത്. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഈ ട്രെയിൻ സെറ്റുകൾ മേക്ക് ഇൻ ഇന്ത്യ ദൌത്യത്തിന്റെ വിജയചിഹ്നമായും കണക്കാക്കപ്പെടുന്നു. 2019 ഫെബ്രുവരിയിലാണ് വന്ദേ ഭാരത് സർവീസ് ഔദ്യോഗികമായി ആരംഭിച്ചത്. ന്യൂഡൽഹി വാരണാസി റൂട്ടിലായിരുന്നു ആദ്യ സർവീസ്. ഈ റൂട്ടിൽ തന്നെ ഇന്നും ഏറ്റവും കൂടുതൽ യാത്രക്കാരാണ് സഞ്ചരിക്കുന്നത്. ഏകദേശം 73 ലക്ഷത്തിലധികം ആളുകൾ ഈ പാതയിൽ വന്ദേ ഭാരത് ഉപയോഗിച്ചു. അതേസമയം ന്യൂഡൽഹി ശ്രീ മാതാ വൈഷ്ണോദേവി കത്ര റൂട്ടിലും ഏകദേശം 56 ലക്ഷം യാത്രക്കാരാണ് യാത്ര ചെയ്തത്. നിലവിൽ വന്ദേ ഭാരത് ട്രെയിനുകളുടെ പരമാവധി രൂപകൽപ്പന വേഗത മണിക്കൂറിൽ 180 കിലോമീറ്ററാണ്. എന്നാൽ സുരക്ഷയും പാളം സംവിധാനങ്ങളുടെയും പരിമിതികളും കാരണം സാധാരണയായി 160 കിലോമീറ്റർ വേഗതയിലാണ് സർവീസ് നടത്തുന്നത്. ഇതിനായി മണിക്കൂറിൽ 220 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന 2 പുതിയ ട്രെയിൻ സെറ്റുകൾ നിർമ്മിക്കാൻ റെയിൽവേ ബോർഡ് അംഗീകാരം നൽകിയിട്ടുണ്ട്. 2027-28 കാലഘട്ടത്തിലെ കോച്ച് നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായ ഈ തീരുമാനം ഓരോ ട്രെയിനിനും 16 കോച്ചുകൾ ഉൾക്കൊള്ളുന്ന ബ്രോഡ്ഗേജ് ട്രെയിൻ സെറ്റുകളായിരിക്കും. ഈ ട്രെയിനുകൾ പ്രായോഗികമായി 200 കിലോമീറ്റർ വേഗതയിലെങ്കിലും ഓടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇത് കേരള സർക്കാർ മുന്നോട്ട് വെച്ച കെ-റെയിൽ പദ്ധതിയുടെ നിർദ്ദേശിച്ച വേഗതയുമായി സാമ്യമുള്ളതാണ്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും അതിവേഗ റെയിൽവേ ആശയങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ പരിഗണിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇത്തരം പദ്ധതികൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. അതേസമയം ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ബുള്ളറ്റ് ട്രെയിൻ സാങ്കേതികവിദ്യ വാങ്ങുന്നത് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നതിനാൽ തദ്ദേശീയമായി അതിവേഗ ട്രെയിനുകൾ വികസിപ്പിക്കുക എന്നതാണ് ഇന്ത്യയുടെ ദീർഘകാല ലക്ഷ്യം. ഇതിനകം തന്നെ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിലൂടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹൈസ്പീഡ് റെയിൽ സംവിധാനത്തിലേക്ക് ഇന്ത്യ കടന്നിട്ടുണ്ട്. ഈ അനുഭവം ഭാവിയിലെ തദ്ദേശീയ വികസനങ്ങൾക്ക് സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യയിലെ റെയിൽ യാത്രയുടെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചുവെന്ന് പറയാം. യാത്രാ സൗകര്യങ്ങൾ, വേഗത, ശുചിത്വം, സാങ്കേതിക നവീകരണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ റെയിൽവേയെ വന്ദേ ഭാരതിന് മുൻപും ശേഷവും എന്ന് വിഭജിക്കാവുന്ന തരത്തിലാണ് ഈ പദ്ധതിയുടെ സ്വാധീനം. ഇപ്പോൾ അതിനേക്കാൾ വേഗതയുള്ള പുതിയ ട്രെയിൻ സെറ്റുകൾ അവതരിപ്പിക്കുന്നതോടെ രാജ്യത്തെ സെമി ഹൈ സ്പീഡ് റെയിൽ രംഗം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഭാവിയിൽ കൂടുതൽ മെച്ചപ്പെട്ട പാളം സൗകര്യങ്ങളും സിഗ്നൽ സംവിധാനങ്ങളും വികസിപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 200 കിലോമീറ്ററിന് മുകളിലുള്ള വേഗതയിൽ ട്രെയിനുകൾ സാധാരണമായി ഓടുന്ന കാലം ഏറെ ദൂരെയില്ലെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. യാത്രാ സമയം കുറയ്ക്കുക, സാമ്പത്തിക പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക, മേഖലകൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കുക എന്നിവയിൽ ഈ വികസനങ്ങൾ നിർണായക പങ്കുവഹിക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.